ഇന്ന് സെപ്റ്റംബർ 16. ക്രിസ്തുവിന് മുൻപ് 261 ഈ ദിവസം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ നടുക്കിയ ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കലിംഗയുദ്ധം. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ശക്തനായ ചക്രവർത്തി അശോകൻ്റെയും സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിച്ച കലിംഗ രാജ്യവും തമ്മിൽ നടന്ന ഈ പോരാട്ടം വെറും ഒരു സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ മാറ്റിയിട്ടല്ല, മനുഷ്യൻ്റെ അഹിംസാസങ്കല്പത്തെ ലോകം മുഴുവൻ കേൾപ്പിച്ച ഒരു വഴിത്തിരിവായി ഇത് മാറി. കലിംഗദേശം അന്നത്തെ കാലത്ത് കടൽ വ്യാപാരത്തിലും കലാപാരമ്പര്യത്തിലും മുന്നിട്ട് നിന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തെയും തെക്കൻ ഇന്ത്യൻ പ്രവിശ്യയെയും ബന്ധിപ്പിച്ച തീരദേശ വഴികൾ മൗര്യ സാമ്രാജ്യത്തിന് അനിവാര്യമായിരുന്നു. ഈ തന്ത്രപ്രധാന സ്ഥാനമാണ് അശോകനെ കലിംഗയിലേക്ക് ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത്. അശോകന്റെ ശിലാലിഖിതങ്ങളും പുരാതന രേഖകളും പറയുന്നു, 100,000-ഓളം പേർ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് പേർ കുടിയൊഴിപ്പിക്കപ്പെട്ടു. ഇവ കണക്കുകൾക്ക് മാത്രമല്ല, കലിംഗയിലെ ജനജീവിതത്തിന്റെ ദുരന്തത്തിന്റെ തീവ്രതയ്ക്കും തെളിവാണ്. ഇന്നത്തെ ഒഡീഷയിലെ ധൗളി മലഞ്ചെരുവിൽ ആ ശിലാലിഖിതങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. രക്തം നിറഞ്ഞൊരു നദി എന്ന ചിത്രമാണ് ചരിത്രം വരയ്ക്കുന്നത്. യുദ്ധത്തിൽ വിജയം നേടിയിട്ടും അശോകന്റെ മനസ്സ് ശാന്തമായില്ല. ധൗളിയിലെ രക്തരംഗങ്ങൾ അദ്ദേഹത്തെ നടുക്കി. ശിലാശാസനത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കലിംഗത്തിൻ്റെ നാശം എൻ്റെ മനസ്സിൽ ആഴത്തിലുള്ള വേദനയാണ് സൃഷ്ടിച്ചത്. 100 നിരപരാധികൾ കൊല്ലപ്പെട്ടത് ഒരിക്കലും ആശ്വാസം നൽകുന്നില്ല. ഇതാണ് ചരിത്രത്തിൽ അപൂർവം. വിജയത്തേക്കാൾ മാനുഷിക പശ്ചാത്താപത്തെ ഒരു ഭരണാധികാരി പൊതുവായി സമ്മതിക്കുന്നത്. ഈ അനുഭവം അശോക ചക്രവർത്തിയെ മാറ്റി. അദ്ദേഹം ധർമ്മവിജയം, നീതിയുടെ വിജയം എന്നാണ് തൻ്റെ ഭാവി ഭരണത്തിൻ്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചത്. തുടർന്ന് അദ്ദേഹം അയൽ രാജ്യങ്ങളുമായി സമാധാന സന്ദേശ ദൂതുകൾ അയച്ചു. യുദ്ധത്തിനു പകരം മനസ്സുകളെ നേടുക എന്ന നിലപാടാണ് സ്വീകരിച്ചത്. രാജ്യത്തിനകത്ത് മതപരമായ സഹിഷ്ണുതയും സാമൂഹിക ക്ഷേമവും പ്രധാനമായി. അശോകന്റെ ഈ വഴിത്തിരിവ് ഇന്നത്തെ ലോകത്തെയും അഭിസംബോധന ചെയ്യുന്നു. മഹാത്മാഗാന്ധി തൻ്റെ അഹിംസാ സമരത്തിന് അശോക ചക്രവർത്തിയെ മാതൃകയായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നടത്തിയ സമാധാന സഖ്യം പോലും അശോകന്റെ സന്ദേശത്തെ അനുസ്മരിപ്പിക്കുന്നു. യുനെസ്കോ 2013 അശോകന്റെ ശിലാശാസനങ്ങളെ ലോക പൈതൃക രേഖകൾ എന്ന നിലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സാർവത്രിക കാരുണ്യത്തിന്റെ മഹത്വം തെളിയിക്കുന്നു. അശോക ചക്രവർത്തി പറഞ്ഞതുപോലെ, ഹൃദയങ്ങളെ കീഴടക്കുന്നതാണ് സത്യമായ വിജയം. ഇതുതന്നെ ഐക്യരാഷ്ട്രസഭയുടെ സഹിഷ്ണുത പാലിച്ച് സമാധാനത്തോടെ ജീവിക്കുക എന്ന ചാർട്ടറിന്റെ ആത്മാവുമായി സാമ്യമുള്ളതാണ്. കലിംഗ യുദ്ധം ആദ്യം ഒരു സാമ്രാജ്യത്തിന്റെ പ്രയാണമായിരുന്നു. പക്ഷേ അത് മനുഷ്യരാശിയുടെ ശാന്തിയാത്രയായി മാറി. അശോക ചക്രവർത്തി തെളിയിച്ചു, മനസ്സിന്റെ പരിണാമം വഴിയാണ് യഥാർത്ഥ മഹത്വം നേടുന്നത് എന്ന്. സെപ്റ്റംബർ 16 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആയുധങ്ങളാൽ നേടിയ വിജയം ചെറുതാണ്, കരുണയാൽ നേടുന്ന ലോകശാന്തിയാണ് ശാശ്വതം.